എത്രയോ കാലത്തിന് ശേഷമാണ് ഞാൻ വീട്ടിലുണ്ടാക്കിയ ഒരു പായസം കുടിക്കുന്നത്. ഇത് ഗോതമ്പ് പായസമാണ്. ഇതിൻ്റകത്ത് മധുരം വളരെ കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് കുടിക്കുന്നത്. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഷുഗർ ഡയറ്റൊന്നും അല്ല. അതായത് ഒഴിവാക്കാൻ പറ്റുന്നത് മാക്സിമം ഒഴിവാക്കുന്നു, ഒഴിവാക്കാൻ പറ്റാത്തത് കഴിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഐസ്ക്രീം എന്തായാലും എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പോൾ അതിൻ്റെ അകത്ത് വിത്തൗട്ട് കുടിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ഐസ്ക്രീം കുടിക്കും. പിന്നെ ചായ, കാപ്പി, ഷെയ്ക്കെല്ലാം മധുരം ഇടാണ്ട് കുടിക്കാൻ ഞാൻ ഓക്കെയാണ്. അപ്പോൾ അത് അങ്ങനെയും കുടിക്കും. അതാണ് ഇപ്പോൾ എൻ്റെ പോളിസി. എന്താണെന്നറിയില്ല, പായസം കുടിച്ചു തരോ കുറച്ചൊന്ന് മത്തായിന്. പിന്നെ ഒരു 7 മണി വരെ വീട്ടിലിരുന്നിട്ട് ഒരു 7:45 ഒന്ന് തലശ്ശേരി ടൗൺ വരെ പോയി. രാത്രി കുറച്ച് ദിവസമായി ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കഴിക്കുന്നത്. എന്നാൽ പിന്നെ ഇന്ന് ലൈറ്റായിട്ട് ലേശം എന്തെങ്കിലും പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടാ ഇവിടെ വന്നത്. 2-3 പുട്ട് മിക്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എല്ലാം ഓരോ കഷ്ണം പുട്ട് വീതം വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം കഴിച്ചത് പുട്ടും ബീഫുമാണ്. കുരുമുളകിൻ്റെ കുത്തെല്ലാം കറക്റ്റായിട്ടുള്ളൊരു ബീഫിൻ്റെ കറിയായിരുന്നു ആ പുട്ടിൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ബീഫെല്ലാം ഇഷ്ടം പോലെ ഉണ്ടെന്നും എല്ലാ ബീഫും നല്ല സോഫ്റ്റ് വേണം കേട്ടോ. എനിക്കിഷ്ടമായി. അതിന് ശേഷം ഇവിടുത്തെ ഈ ചിക്കൻ അൽഫാം കഴിച്ച് ചെസ്റ്റ് പീസ് മതി എന്ന് ആദ്യം എടുത്ത് പറഞ്ഞേ. പിന്നെ അൽഫാമിൻ്റെ കൂടെ ഒരു കുബൂസുണ്ട്, മിൻ ചട്നിയുണ്ട്, മയോണീസുണ്ട് കേട്ടോ. മയോണൈസ് ഈയിടെയായിട്ട് പരമാവധി ഞാൻ കുറക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ കണ്ട സ്ഥിതിക്ക് ലേശം ഒന്ന് മുക്കീന്നേ ഉള്ളൂ. അൽഫാം എല്ലാ സൈഡിലും പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. പിന്നെ ഒരു മൂലക്ക് മാത്രം കുറച്ചൊന്ന് കരിഞ്ഞു പോയിനെ. പിന്നെ ഫ്ലേവറിൽ അങ്ങ് ചിക്കൻ്റെ അങ്ങ് താഴോട്ട് വരെ നല്ലോണം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പുട്ടും ചിക്കൻ മിക്സും ബീഫ് മിക്സെല്ലാം ഞാൻ കുറേ തവണ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും പുട്ടിൻ്റെ കൂടെ ചിക്കൻ മുളകിട്ടത് മിക്സ് ചെയ്തത് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ആ ചിക്കൻ മുളകിട്ടതിൻ്റെ ഫ്ലേവർ ഉഷാറായിട്ടുണ്ട് കേട്ടോ. അത് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് ശേഷം ഞാനിവിടുന്ന് കഴിച്ചത് ഒരു പെരി പെരി അൽഫാമാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അവനോട് ചോദിക്കുകയും ചെയ്തിന് ചിക്കൻ മുളകിട്ടതിൻ്റെ കൂടെ കഴിക്കാൻ ലേശം നെയ്ച്ചോറിൻ്റെ കൂടെ. ഓൻ പറഞ്ഞില്ല ഇപ്പം നമ്മളിവിടെ നെയ്ച്ചോറ് കൊടുക്കില്ലാന്ന്. എൻ്റെ മൂഡ് ലേശം പോയിന്. പിന്നെ പോട്ടെ, കാര്യമില്ല, ഇല്ലാത്തതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ പെരി പെരി ചിക്കൻ കഴിച്ച് നോക്കി. അതിൻ്റെ അകത്ത് അങ്ങനെ ഭയങ്കര പെരി പെരിൻ്റെ ഫ്ലേവറൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ സംഭവം കൊള്ളാം. അതിന് ശേഷം കഴിച്ചത് പിന്നെ പുട്ടും ബീഫ് പാർട്സ് മിക്സ് ചെയ്തതാണ്. അല്ല, ബീഫ് പാർട്സ് അല്ല, ബീഫ് ലിവർ മിക്സ് ചെയ്തതാണ്. ബീഫ് ലിവർ കഴിക്കുന്ന കൂട്ടത്തിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ആ എരിവുള്ള പുട്ടും ബീഫ് ലിവറും കഴിച്ചതിന് ശേഷം ഇടുന്ന നല്ല നാടൻ സ്റ്റൈലിലുള്ള ആ പഴയ രീതിയിലുള്ള തണുത്ത ലൈമും കുടിച്ചിനെ. അതിൻ്റെ ഇടയ്ക്കുണ്ട് അപ്പുറത്തെ സൈഡ് നടന്ന് കോഴി പൊരിക്കുന്ന പടനൊരു കോഴി പൊരിച്ചിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരാൻ കുറച്ച് സമയം എടുക്കുവേ. ഇത് എടുത്ത ചിക്കൻ ഷവർമ്മയാണ്. മയോണൈസ് ലേശം കുറച്ചിട്ടാൽ മതി ഞാൻ അവനോട് പറഞ്ഞേന്. പക്ഷേ അവൻ കേട്ടിട്ടൊന്നുമില്ല. പോട്ടെ, സാരമില്ല. അപ്പോഴത്തേക്കും എൻ്റെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ലെഗ് പീസും വേണ്ട, പിന്നെ മറ്റേ വാരിയല് പോലത്തെ പീസ് വേണ്ടാന്നും പറഞ്ഞ് നല്ലോണം ഇറച്ചിയുള്ളൊരു പീസ് വേണമെന്ന് ഓനോട് എടുത്ത് പറഞ്ഞേ. എൻ്റെ ആ ഒരു ബേജാർ ഓന് ശരിക്കും അങ്ങോട്ട് മനസ്സിലായോണ്ടാണെന്ന് തോന്നുന്നു. മേലെ ഒരു കഴുത്തും പിന്നെ താഴെ അത്യാവശ്യം നല്ലോണം കഷ്ണമുള്ളൊരു ചിക്കൻ പീസ് തന്നിട്ടുണ്ട്. ഇതാണ് ഈ കോഴി പൊരിച്ചതിൻ്റെ ഒരു വല്ലാത്ത പ്രശ്നപ്പാ. ഇതിൻ്റെ ചൂട് പോയാലും പോവില്ല. ഇതിൻ്റെ ചൂട് പോകുന്നവരെ നമുക്ക് കാത്തു നിൽക്കാനും പറ്റില്ല. അങ്ങനെ കൈയെല്ലാം പൊള്ളിച്ചുകൊണ്ട് ഞാൻ ഈ ചിക്കൻ പീസ് ഇങ്ങനെ എടുത്തിട്ട് ആ ചിക്കനും പുട്ടും മിക്സ് ചെയ്ത പുട്ടിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ടെല്ലാം ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിന് ശേഷമോ ബീഫ് ഷവർമ അയച്ച്. ആ ചിക്കൻ ഫ്രൈൻ്റെ മസാല കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ആ മസാല കുറച്ചും കൂടെ അങ്ങ് ചിക്കൻ്റെ ഉള്ളിലോട്ട് വരെ പോയനും. പിന്നെ ചിക്കൻ ഷവർമേനേക്കാളും ടേസ്റ്റ് ബീഫ് ഷവർമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിന് ശേഷം ഇവിടുന്ന് പുട്ടും ചെമ്മീനും മിക്സ് ചെയ്ത ഇതും കൂടെ കഴിച്ചു. ഇത് ഉഷാറായിരുന്നേ. ആ പുട്ടിൻ്റെ കൂടെ മിക്സ് ചെയ്ത ചെമ്മീൻ്റെ ഗ്രേവിക്കല്ലോ, ചെമ്മീൻ്റെ നല്ലൊരു ചുഴയുണ്ടായിരുന്നു. പിന്നെ ചെമ്മീനും ആവശ്യത്തിനുണ്ടായിരുന്നു കേട്ടോ. അത് കഴിക്കുന്നതിനിടയ്ക്ക് തൊട്ട് മുമ്പുന്നുണ്ട് പൊറോട്ട അടിക്കുന്നത്. അപ്പം ഞാനൊരു നല്ല ചൂട് പൊറോട്ട ഓർഡർ ചെയ്തു. അതിൻ്റെ കൂടെ കറിയെന്ന് ഉള്ളതെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞ് ബീഫ് എടുക്കാമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, ബീഫ് വേണ്ട, മറ്റേ ചിക്കൻ്റെ മുളകിട്ടതില്ലേ അതിങ്ങോട്ട് എടുത്തോന്ന്. പിന്നെ ആ ചിക്കൻ മുളകിട്ടത് ആ ചൂട് പൊറോട്ടേൻ്റെ മേലെ ഒഴിച്ചവിടെ സെറ്റാക്കി വെച്ചേ. എന്നിട്ട് ഒരു മണം എൻ്റെ മൂക്കിലോട്ട് അങ്ങോട്ട് അടിച്ച് കയറിയേട്ടാ. അതിന് ശേഷം പൊറോട്ടേൻ്റെ അറ്റത്തുനിന്ന് ചെറിയൊരു കഷ്ണം ഇങ്ങോട്ട് കീറിയെടുത്തിട്ട് അത് ആ ചിക്കൻ മുളകിട്ടേൻ്റെ അകത്തുള്ള ചിക്കനും കൂടെ ചേർത്ത് പിടിച്ചിട്ട് ലേശം മുളകിട്ടയിൽ മുക്കിയിട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് കഴിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ടേ. ഈ ചിക്കൻ മുളകിട്ടത് ഭയങ്കര ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഒരു തട്ടിക്കൂട്ട് കറി എന്ന് പറയില്ല, നമ്മൾ പെട്ടെന്ന് വീട്ടിലേക്കെല്ലാം ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ചിക്കൻ ഉണ്ടെങ്കിൽ വേഗം മുളകിട്ടിട്ട് കറിയാക്കൂലേ, ആ ഒരു സ്റ്റൈൽ പോലെയാണ് എനിക്ക് തോന്നിയത്. ഇത് നെയ്ച്ചോറിൻ്റെ കൂടെ തന്നെ കിട്ടണേനപ്പം, പക്ഷേ ഇല്ലല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ടോട്ടൽ ബില്ല്. 1322 റുപ്യാണ് ആയത്. അപ്പോൾ ഇതെല്ലാം ഞാൻ കഴിച്ചത് തലശ്ശേരി ചിറക്കരക്കുള്ള ആപ്പിപ്പുട്ടെന്നാണ്. ആപ്പിപ്പുട്ടിൻ്റെ ബാക്ക് സൈഡിൽ ഇപ്പോൾ ഇരിക്കേണ്ട ഒരു സംവിധാനമെല്ലാം ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ആക്കിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നത്. അതിന് ശേഷം തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മളെ സീതപ്പഴം ഷെയ്ക്ക് കിട്ടുന്ന കടയുണ്ടല്ലോ, പഴയ ബസ് സ്റ്റാൻഡ് അടിയില്ല, അനുപമ മുനീർക്കാൻ്റെ. അങ്ങനെ ആടുന്നൊരു സീതപ്പഴം ഷെയ്ക്കും കുടിച്ച് ഒരെണ്ണം വീട്ടിലോട്ട് പാർസലും വാങ്ങിച്ച്. എന്നിട്ട് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ചക്കരക്കലിൽ നിന്ന് കുറച്ച് നാടൻ ചിക്കൻ കബാബില്ലേ, ഒരു 100 ഗ്രാം അതും വാങ്ങിച്ചിന്. അത് മാത്രം കഴിക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചാൽ വീട്ടിലെത്തിയവരോ വീട്ടിൽ മറ്റേ ആട്ടപ്പൊറോട്ട ഇല്ലേ, അത് പാക്കറ്റ് വാങ്ങിച്ചതുണ്ടേനു. പിന്നെ ദാൽ ഫ്രൈയും ആക്കീന്. എനക്കും കൂടി ആക്കീനെന്നാണ് പറഞ്ഞത് ദാൽ ഫ്രൈ. അത് പിന്നെ വേസ്റ്റ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആട്ടപ്പൊറോട്ടയും ദാൽ ഫ്രൈയും പിന്നെ ആ വാങ്ങിച്ച ചിക്കൻ കബാബില്ലേ അതും കൂടെ ചേർത്ത് വെച്ചിട്ട് കഴിച്ച് കേട്ടോ. എന്നാൽ പിന്നെ വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ ശരി.